നമസ്തേ. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ്, മെയ് 31. മെയ് 31 തീയതി. അപ്പോൾ ജനങ്ങൾക്ക് ഒരു സന്ദേശം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞാനൊരു പുകവലിക്കാരനാണ് എന്ന് നമുക്ക് അവിടുന്ന് സങ്കല്പിക്കാൻ തുടങ്ങാം. ഞാനൊരു പുകവലിക്കുകയാണെങ്കിൽ 20% ഞാൻ ബാക്കി 80% നിങ്ങൾക്ക് സൗജന്യമായി തരും. അത് പുക മാത്രമല്ല തരാം, എൻ്റെ ഉള്ളിലത്തെ അഴുക്കും കൂടി ചേർത്തിട്ടാ തരാം. ഇത് ലോക ആരോഗ്യ സംഘടന റിപ്പോർട്ട് പറയുന്നത് വലിക്കുന്നവനിക്ക് 20 ശ്വസിക്കുന്നവനിക്ക് 80%. പിന്നെ കോടതി പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ട് പബ്ലിക്കായി വലിക്കാൻ പാടില്ല. അപ്പം നിങ്ങളെ ഞാൻ പബ്ലിക്കായി വലിക്കുമ്പോൾ വന്ന് പറയുമെങ്കിൽ ഞാൻ പറയും അത് എനിക്ക് എൻ്റെ ഇഷ്ടമാണ്, ഞാൻ വലിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറിപ്പോയിക്കോളും. പിന്നെ ഒന്ന് ഇതിൽ പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എഴുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾക്കുള്ള ഇതിലുള്ള സമ്മാനം, അല്ലെങ്കിൽ ഇതിലുള്ള വരാൻ പോകുന്ന രോഗം, ക്യാൻസർ, പിന്നെ മാരകമായ രോഗങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് മേടിക്കുമ്പോൾ മുന്നറിയിപ്പും കൂടി ആയിട്ടാണ് തരുന്നത്. അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഞാൻ വീട്ടിലിരുന്ന് വലിക്കുമ്പോൾ പുകയൊക്കെ പോകും. ഇതിൽ നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥമുണ്ട്. അത് അറിയാതെ വീട്ടിലെ സ്ത്രീകളൊക്കെ പോയി തൊട്ട് ആ കൈയും കൊണ്ട് ആഹാരം കഴിച്ചാൽ അവർക്ക് മാരകമായ രോഗം വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ഒരു പാലെടുക്കുക, ഒരു പാലിൽ ഒരു തുള്ളി അഴുക്കപ്പെട്ടാൽ ആ പാല് അതിന് ചീത്തയാവും. ഒരു ഗ്ലാസ് അഴുക്ക് ഒഴിച്ചാലും ആ പാല് ചീത്തയാവും. ഞാൻ ഒരു ചെതലാണ്, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് മാറാൻ. എൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള കർച്ചീപ്പ് ഇട്ടിട്ട് തിരിച്ചെടുത്താൽ ആ വെള്ള കർച്ചീപ്പ് കറുപ്പ് കർച്ചീപ്പായി മാറും. അത്രയും പവർഫുള്ളാണ്. പിന്നെ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അത് പ്രകാരം ഇത് 3 കാര്യം നല്ല കാര്യമാണ്. ഒന്ന് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുക, പിന്നെ ഒന്ന് അന്യനെ ദ്രോഹിക്കുക, പിന്നെ ഒന്ന് ദൂർത്ത് അനാവശ്യമായി കാശ് ചെലവാക്കുക. ഞാനിപ്പോൾ ഡെയിലി ഇപ്പോൾ ഒരു 100 രൂപ ചിലവാക്കുകയാണെങ്കിൽ ഒരു വർഷം 36,000 രൂപ ഞാൻ ചിലവാക്കുന്നുണ്ട്. ഞാൻ 20 വർഷമായി വലിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഞാൻ അനാവശ്യമായി ചിലവാക്കി. മാത്രമല്ല, ഇതിന് രോഗം വന്നാൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടായാലും അത് ചികിത്സ മാറ്റാൻ പറ്റില്ല. അത്രയും വലിയ ദുരിതത്തിലാണ് ഞാൻ പോയിക്കൊണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് സപ്പോസ് ഞാൻ റോഡിൻ്റെ സൈഡിൽ കൂടി പോകും. അപ്പോൾ വന്ന് വണ്ടി അടിച്ചാൽ നിങ്ങളെന്ത് പറയും? ആ പാവം, ആ സെയ്തൊക്കെ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയും. ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടം, ഞാൻ എങ്ങനെ വേണം നടക്കും. റോഡിൻ്റെ നടുവ് കൂടി പോയി വണ്ടി അടിച്ചാൽ നിങ്ങളെന്ത് പറയും? അവനിക്ക് തിമിരാണ്, അങ്ങനെ തന്നെ വേണം. ഇതേമാതിരി സമൂഹം എന്നെ പറയാം, നീ വലിച്ച് നീ എന്നെ അനുഭവിക്കുക എന്ന് പറഞ്ഞ മാതിരിയാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഈ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ഞാൻ ഇന്ന് നിർത്തുകയാണ്. ഇന്ന് പുകവലി നിർത്തുകയാണ്. അതോടുകൂടി എനിക്ക് ലാഭം മാത്രമല്ല, കുടുംബത്തിന് നല്ലൊരു ആശ്വാസം ഉണ്ടാവും. ഈ അടുത്ത് കിടക്കുന്ന കുടുംബം ഉണ്ടല്ലോ, വലിയ പ്രയാസമാണ്. എന്നാലും അവർ പറയില്ല ആ ദുർഗന്ധം. നമുക്ക് ഉദാഹരണം, ഒരു അടുത്ത് ഡിച്ച് വെള്ളം പോകുന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമ്മൾ അതിനെ കേട്ടിരിക്കും. പിന്നെ നമ്മൾ അതിനോട് ലയിച്ചു പോകും. അതേമാതിരി കുടുംബം ഈ പുകവലി, മദ്യപാനം, മൂക്കുപൊടി, ഇങ്ങനെയുള്ള മോശമായ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോയാൽ ആ ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നൽകി. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ പുകവലി നിർത്തി. എനിക്കിപ്പോൾ ഡെയിലി ഒരു വരുമാനമായി ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഞാൻ സമ്പാദിക്കാനും പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു സന്ദേശം കിട്ടിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ യോഗ ആചാര്യനാണ്, അതുകൊണ്ട് ആ സന്ദേശം ഒന്ന് പറഞ്ഞാൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ്. 31 തീയതിയാണ്, മെയ് 31. ജനങ്ങളിലേക്ക് ഒരു സന്ദേശം, വലിയൊരു നല്ല സന്ദേശം തന്നെയാണിത്. എല്ലാവർക്കും അറിയാം ഈ പുക വലിക്കാൻ പാടില്ല എന്നറിയാത്തവരൊരു പക്ഷെ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയുമെങ്കിലും ഭൂരിഭാഗം ആളുകളും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ തെറ്റ് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട, അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുന്നത് ഹാനികരമാണെന്ന് അറിഞ്ഞിട്ടും ആ മലിന ഭക്ഷണം വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുടെ 50 100 മടങ്ങ് ഭീകരമാണ് ഈ പുകവലി കൊണ്ട് ഓരോ മനുഷ്യ ജീവനിലും ഉണ്ടാകുന്നത്. മനുഷ്യജീവന് മാത്രമല്ല, പുകവലിക്കുന്ന ആൾക്ക് മാത്രമല്ല, ചുറ്റുപാടും ഇരിക്കുന്ന നമ്മുടെ ഫാമിലിക്കും, അതുപോലെ തന്നെ അവിടെയുള്ള പബ്ലിക്കിന് മൊത്തം എല്ലാ മനുഷ്യർക്കും അതിൻ്റെ ദോഷഫലം ഉണ്ടാവുന്നു എന്നതും ശ്രദ്ധേയമാണ്.
എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതൊക്കെ തെറ്റാണെന്ന് അറിയാം, എന്നാലും അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ട് എന്നത് ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. കാരണം പുകവലിക്കുമ്പോൾ നേരിട്ട് ഒരാൾക്ക് മദ്യപാനം പോലെ നേരിട്ട് അതേ സെക്കൻഡിൽ തന്നെ അതിൻ്റെ ദോഷം ഉണ്ടാവുന്നില്ല എന്നതാണ് പലപ്പോഴും അയാളെ വലിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തൽക്കാല സുഖം ഉണ്ടാവുന്നുണ്ട്, വായയ്ക്കും അകത്തും എന്തൊക്കെയോ സുഖമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതാണ് ഇവരെ തുടർന്ന് ഇത് ചെയ്തുകൊണ്ടിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുന്നതോടുകൂടി ശരീരത്തിലെ സെല്ലുകളെല്ലാം, കോശങ്ങളെല്ലാം മെല്ലെ 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 ക്ഷയിക്കാനും നാശത്തിനും കാരണമാവും. അതറിയുമ്പോഴേക്കും സമയം വൈകി പോവുകയാണ്. ഇതിന് പൊതുവെ ചെയ്യേണ്ടത് സമൂഹത്തിൽ ഈ വിഷയം ഉപയോഗിച്ച ആളുകളുടെ അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ചെയ്തികളിൽ ഏർപ്പെടാതിരിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് അതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ചിത്രരൂപത്തിലുമുണ്ട്. പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസർ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ശരീരത്തിൻ്റെ മൊത്തം സുഖകരമായ അവസ്ഥയെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥ, മെല്ലെ മെല്ലെ രോഗിയായി അവസാനം ആശുപത്രിയിലെ ചികിത്സ തേടുകയും ശേഷം ആശുപത്രിക്കും ഡോക്ടേഴ്സിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും സംജാതമാകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്തരമൊരു പടുകുഴിയിലേക്ക് നമ്മൾ എന്തിന് വീഴണം എന്നത് ഇത്തരം ദിവസങ്ങളിൽ ഏറെ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ചിന്തിപ്പിക്കാൻ ഹേതുവായി നിൽക്കുന്ന കാര്യമാണ്. ഈ ഒരു ദിവസത്തെ മാത്രം പ്രാധാന്യത്തിനപ്പുറം ഇത് നിരന്തരമായൊരു പ്രക്രിയയാണെന്നും തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൽ തനിക്കുള്ള ഉത്തരവാദിത്തം, സമൂഹത്തിനുള്ള ഉത്തരവാദിത്തം വളരെ പ്രധാനപ്പെട്ടതാണെന്നും മനുഷ്യരൊഴികെ മറ്റുള്ള ജീവജാലങ്ങളെ എല്ലാം ഇത് ബാധിക്കുന്നുണ്ടെന്നും അതിലുള്ള നിക്കോട്ടീൻ എന്ന് പറയുന്ന ഈ വിഷവസ്തു പൂർണ്ണമായിട്ടും തൻ്റെ നാശത്തിന് ഹേതുവാകുന്നു എന്നും തിരിച്ചറിവുണ്ടാകുന്നത് എപ്പോഴും നന്നായിരിക്കും. നേരത്തെ സെയ്ദ് സൂചിപ്പിച്ചു, 20% പുകയ്ക്കുമ്പോൾ അയാൾക്ക് ദോഷവും 80% ചുറ്റുപാടുമുള്ള മനുഷ്യ ജീവജാലങ്ങൾക്കെല്ലാം ദോഷകരമായി ബാധിക്കുന്ന ഒരു വളരെ മോശമായ ഒരു അവസ്ഥയും ഇതിലുണ്ട്. ലോകാരോഗ്യ സംഘടന ഇതിനെക്കുറിച്ച് വ്യക്തമായ ഫോക്കസ് ഉണ്ട്, ആരോഗ്യ സംഘടനയ്ക്ക്. എന്നാൽ ഇത് പലപ്പോഴും ഈ കൊമേഴ്സ്യൽ ഭീമന്മാർ കൂടി ചേർന്നുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം വസ്തുക്കൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്നതിലൂടെ പലപ്പോഴും മനുഷ്യരുടെ ജീവിതത്തെ അത് ദോഷമായി ബാധിക്കുന്നു എന്ന തിരിച്ചറിവ് അവർക്കൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഇല്ലായ്മ ചെയ്യാൻ പലപ്പോഴും ഇവരൊന്നും സത്യസന്ധമായി ശ്രമിക്കുന്നില്ല എന്നതുകൂടിയും ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് പരമപ്രാധാന്യം കൊടുക്കണം. ആരോഗ്യമുള്ള ജനത ഉള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ലോകമാണ് നമുക്ക് ആവശ്യം. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഏതൊരു ചെയ്തിയും 195 രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. ഈ രാജ്യങ്ങളിലെല്ലാം ഏറ്റവും കുറഞ്ഞത് പുകവലിക്കാൻ പാടില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുകവലിക്കാനുള്ള സ്ഥലം എവിടെ എന്നത് എല്ലാ രാജ്യങ്ങളിലും എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടെയൊക്കെ പുകവലിക്കാനുള്ളൊരു സ്ഥലവും ഉണ്ടായിരിക്കും. ഒരു മനുഷ്യൻ്റെ ശീലത്തെ പെട്ടെന്ന് നമുക്ക് ഇല്ലായ്മ ചെയ്യുക പ്രയാസമാണ്. ഘട്ടം ഘട്ടമായി ഒരു സത്യഗ്രഹ സ്വഭാവത്തോടു കൂടി ഗാന്ധിയൻ കോൺസെപ്റ്റിൽ സത്യത്തെ ഗ്രഹിക്കാനുള്ള ശേഷി കൈവരിക്കുമ്പോൾ സത്യത്തെ അയാളോട് പറയുകയും സമാധാനത്തോടു കൂടി പറയുകയും മെല്ലെ മെല്ലെ സത്യചിന്തയിലേക്ക് അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത് എന്ന തിരിച്ചറിവ് ആ വ്യക്തിയിൽ സമാധാനപരമായി ശാന്തമായി സാന്ത്വന രൂപത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ. ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യാൻ പാടില്ല എന്ന് ചുരുക്കം. എന്നാൽ മറ്റൊരാളെ നന്മയിലേക്ക് നയിക്കാൻ കൂടി വേണ്ടിയാണ് തൻ്റെ മനുഷ്യജന്മം എന്ന തിരിച്ചറിവ് മാനവനുണ്ടാകുന്നത് വളരെ പ്രധാനവുമാണ്. അതിലാണ് ശരിക്കും ഈശ്വരീയത പ്രവർത്തിക്കുന്നത്. ഈശ്വരൻ നമുക്ക് ജന്മം തന്നു, ആ ജന്മം എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം ജീവിക്കാനുള്ളതല്ലെന്നും സമൂഹജീവിയായ എനിക്ക് മറ്റുള്ളവരോട് കടപ്പാടുണ്ടെന്നും അതിൽ നിന്ന് അവരുടെ ഹീനകർമ്മങ്ങൾ, തെറ്റായ ചെയ്തികളിൽ നിന്ന് അവരെ മുക്തരാക്കാൻ എനിക്കും കൂടിയും അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നും ഉള്ള തിരിച്ചറിവിലോടുകൂടി പ്രവർത്തിച്ചാൽ ചെറിയ ഒരളവിലെങ്കിലും ആളുകളിലുള്ള ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങളിൽ നിന്ന് മുക്തരാക്കാൻ നമുക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഈ പുകവലി ശീലത്തിൽ നിന്ന് ഈ പുകയില വിരുദ്ധ ദിനത്തിൽ
ഇത്തരത്തിലുള്ളൊരു സന്ദേശം നമുക്ക് നൽകാൻ സാധിക്കുക എന്നത് ഏറെ മഹനീയമാണ്. ഓരോ മാനവനും അത് ഉപകരിക്കും. ഇത് സമൂഹത്തിലേക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം തന്നെയാണ് സെയ്ദ് ഇവിടെ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും അതിന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നന്മയുള്ള നാളുകൾ ഉണ്ടാവുമെന്ന പ്രത്യാശയോടുകൂടി നമസ്തേ.